വാഴ്ത്തപ്പെടുന്നു. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആദാമിന്റെ മക്കളായ കയീനെയും ഹാബെലിനെയും കുറിച്ച്. ഇത് കഴിഞ്ഞതിന് ശേഷം ഹാബെലിന്റെ മരണത്തിന് ശേഷം കയീൻ ഒരു വഴിയുണ്ട്. ആ വഴിയിൽ ഇന്നും പലരും നടക്കുന്നു. എന്താണ് ആ വഴി എന്നൊക്കെ ഉള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് കയീന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു പറയാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിത്വം കയീന്റെ 7-ാമത്തെ തലമുറയായ ഒരു വ്യക്തിയെക്കുറിച്ച്. കയീൻ പാപം ചെയ്ത് അകന്ന് ദൈവത്തിൽ നിന്ന് ഓടിപ്പോയ കയീൻ ചെയ്ത കാര്യം 16-ാമത്തെ വാക്യം പറയുന്നു. അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദോമിന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. കയീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ചു ഹാനോക്കിനെ പ്രസവിച്ചു. അവൻ ഒരു പട്ടണം പണിതു, ഹാനോക്ക് എന്ന് തന്റെ മകന്റെ പേരിട്ടു. കണ്ടോ? ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യൻ, ദൈവത്തിൽ നിന്ന് ഓടിപ്പോയ മനുഷ്യൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? തനിക്ക് തന്നെ താൻ സെക്യൂർ ചെയ്യാൻ നോക്കും. ഒരു പട്ടണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു വീടല്ല, ഒരുപാട് കാര്യങ്ങൾ ചേർന്ന് ഇറ്റ് ഈസ് എ സിറ്റി. ഒരുപാട് വീടുകളുള്ള, മതിലുകളുള്ള, സ്വയരക്ഷയ്ക്ക് വേണ്ടി അനേകം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥലം താൻ കണ്ടുപിടിക്കുക. ആദാമു പാപം ചെയ്തപ്പോ എന്താ ചെയ്തത്? സെയിം തിങ്. തന്നെത്താൻ സെക്യൂർ ആക്കാൻ എന്തോ ചെയ്തു? മരത്തിന്റെ മറവിൽ ഒളിച്ചിരുന്നത് പോലെ. ഇവിടെ കയീന്റെ സ്വഭാവം കണ്ടോ? പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയ വ്യക്തി. ഒരിക്കൽ ഞാനൊരു കാര്യത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് ഇങ്ങനെ നിരാശപ്പെട്ട് വിഷമിച്ച് പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ദൈവസന്നിധി വെച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ലഭിക്കാതിരുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് കോളുകൾ വരുന്നുണ്ട്, ഇന്ന് മൊബൈലിലാണ് ഞാൻ കയറുന്നത് കൊണ്ട്. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് ആരും ഇല്ലല്ലോ, അങ്ങ് പോലും എന്നെ കൈവിട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോ ദൈവം ഒരു പാഠം ഇതായിരുന്നു. നമ്മൾ ആരല്ല, അനാഥരല്ല. ദൈവജനം പറയുന്നു, ഞാൻ നിങ്ങളെ ഒഴിഞ്ഞൊന്നും ദൈവത്തില്ല, അനാഥരായിട്ട് വിടത്തില്ല. അപ്പം അത് ഞാൻ ചിന്തിക്കാനുള്ളൊരു കാര്യം, അന്ന് നിങ്ങളുടെ പ്രേരിപ്പിൽ കോളുകൾ ഇങ്ങനെ വന്നു, അതുകൊണ്ടാണ് ഇടയ്ക്ക് ഡിസ്റ്റർബ് ആയത്. അന്ന് എന്നെ ദൈവം പഠിപ്പിച്ചൊരു കാര്യം, ഞങ്ങളുടെ പ്രേയർ ഗ്രൂപ്പിൽ അന്ന് വന്നുകൊണ്ടിരുന്നൊരു അങ്കിളുണ്ട്, മലയാളിയായിട്ടുള്ളൊരു അങ്കിൾ. അദ്ദേഹം ഒരു പയ്യനെ എടുത്തു വളർത്തി. അവന് നല്ല വിദ്യാഭ്യാസം കൊടുത്തു. അതിനുശേഷം താൻ ഇപ്പൊ വിവാഹപ്രായമൊക്കെ ആയ പയ്യൻ വിവാഹം കഴിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേന് അവൻ ഈ അങ്കിളുമായിട്ട് നല്ല റിബല്യസ് ആയി. എന്ത് പറഞ്ഞാലും എതിർത്ത് പറയുക, താൻ പറഞ്ഞ കേൾക്കാത്ത അവസ്ഥയിലൊക്കെ. അപ്പൊ ഒരിക്കൽ എന്നോട് ഈ അങ്കിള് ചോദിച്ചു, ഞാൻ ഈ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത്, അപ്പം അങ്കിളുടെ ബന്ധുക്കളൊക്കെ ഞങ്ങളുടെ സഭയിലെ വിശ്വാസികളാണ്. ഞാൻ ഈ സൗത്ത് ആഫ്രിക്കയിലെ, അവരൊക്കെ ഇപ്പം പല ദേശത്തേക്ക് മൂവായി. അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ബ്രദറെ, ദേവദാസിനെ കണ്ടോ, ഈ പയ്യൻ ഇങ്ങനെ. അപ്പൊ ഞാന് ഇവരോട് പറഞ്ഞു, ഒരനാഥന് അവന്റെ ഏറ്റവും വലിയ വിഷമം, അല്ലെങ്കിൽ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്നറിയാം? എന്തായിരിക്കും ഒരനാഥനെ സംബന്ധിച്ച്? എനിക്കാരുമില്ല എന്നൊരു ചിന്ത. അതെ, അവന് ഫിസിക്കലി ഒരു അപ്പനുണ്ടെങ്കിലും ഒരമ്മയുണ്ടെങ്കിലും സഹോദരങ്ങളുണ്ടെങ്കിലും അവന്റെ മനസ്സ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ ആരാണ്? അനാഥനാണ്, എനിക്ക് ആരുമില്ല. ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വേണ്ടിയുള്ളത് എന്ത് ചെയ്യണം? ഞാൻ കരുതണം. എനിക്ക് വേണ്ടിയുള്ളത് ആര് ചെയ്യണം? ഞാൻ ചെയ്യണം. ഞാനിതിങ്ങനെ ഇവരോട് എക്സ്പ്ലെയിൻ ചെയ്തു. ഇതുകൊണ്ടാണ് അവന്റെ സ്വഭാവത്തിൽ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഇതുകൊണ്ടാണ് അവൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവാത്മാവ് എന്നോട് ഇടപെട്ടു. കാരണം അപ്പൊ നീ ദൈവസന്നിധിയിൽ ഇരുന്ന് കാണിക്കുന്നതൊക്കെ. അപ്പൊ ഞാൻ പറയും, കർത്താവേ,
എന്നോട് നീ അങ്ങ് ക്ഷമിക്കും, എന്നോട് നീ അങ്ങ് ക്ഷമിക്കും. പലപ്പോഴും നമ്മളും എങ്ങനെ നമ്മൾ കർത്താവിനോട് പറയും, കർത്താവേ നീ എനിക്കുണ്ടെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ നമ്മുടെ കാര്യത്തിലെല്ലാം നമ്മൾ എന്ത് ചെയ്യും? സ്വന്തമായിട്ട് നമുക്കെല്ലാം വേണം. ദൈവവചനം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യങ്ങളിലൊന്നാണ്, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യത്തില്ല, അനാഥരായിട്ട് വിടുകയില്ല. അനാഥരായിട്ട് വിടത്തില്ല. വി ആർ നോട്ട് ആൻ ഓഫർ. അപ്പൊ നമ്മൾ അനാഥരല്ല. നമുക്ക് ആരുണ്ട്? ഇതാവുണ്ട്. ഒരു നാഥനുണ്ട്. അപ്പൊ ഈ അനാഥനാണെങ്കിലുള്ളൊരു പ്രശ്നം എന്താണെന്നറിയാം, അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കും, എന്റെ ഭാവി സുരക്ഷിതമല്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എന്റെ കുടുംബജീവിതം ഇങ്ങനെയാണ് എന്നൊക്കെ ഇപ്പോഴും നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആലോചിച്ചോണം. ഇപ്പോഴും കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ കർത്താവല്ല. സ്വർഗത്തിലെ പിതാവിനെ നിങ്ങൾ പിതാവായിട്ട് ഇന്ന് വരെ എന്തോ ഇല്ല, കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വിഷമങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ ഹൃദയത്തിൽ കൊണ്ടടക്കുന്നത്. അപ്പം ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്ന വ്യക്തി ജീവിതങ്ങൾക്കുണ്ടാകുന്ന ആദ്യത്തെ സ്വഭാവ സവിശേഷതകളൊന്നാണ്, അവർ തങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്തോ ചെയ്യും, സ്വരൂപിക്കാൻ തുടങ്ങും. അവർക്കറിയാം ദൈവിക സാന്നിധ്യം എന്നോടുകൂടെ ഇല്ല, പിന്നെ എനിക്കുള്ളതൊക്കെ ഞാൻ എന്ത് ചെയ്യണം, കരുതണം. അതുകൊണ്ടാണ് കയ്യിന്റെ സ്വഭാവത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. താൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ട് ആദ്യം ചെയ്തൊരു കാര്യം എന്താ? ഒരു പട്ടണം ഉണ്ടാക്കി അതിൽ സുരക്ഷിതനായിട്ട് ജീവിക്കാൻ താൻ ശ്രമിക്കുക. തനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സ്വരൂപിക്കുക എന്നുള്ളതാണ് തന്റെ സ്വഭാവത്തിന്റെ സവിശേഷത. ഇത് തന്നെയാണ് തന്റെ മക്കളും ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. തന്റെ മക്കളിൽ ഒരാളെ പറ്റി ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ലാമേക്ക്. 18-ാമത്തെ വാക്യം വായിക്കാം. ഹാനോക്കിന് ഈരാദ് ജനിച്ചു. ഈരാദ് മെഹൂയേലിനെ ജനിപ്പിച്ചു. മെഹൂയേൽ മെതുശയേലിനെ ജനിപ്പിച്ചു. മെതുശയേൽ ലാമേക്കിനെ ജനിപ്പിച്ചു. നീ ലാമാക്ക് പറയുന്ന കാര്യങ്ങളോടൊന്ന് വായിച്ചാട്ടെ. 19-20 വാക്യം. ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. ഒരുത്തിക്ക് ആദ എന്നും മറ്റവൾക്ക് സില്ല എന്നും പേര്. 23 വാക്യം. ആദ യോബാലിനെ പ്രസവിച്ചു. അവൻ 23. ലാമേക്ക് തന്റെ ഭാര്യമാരോട് പറഞ്ഞത്, ആദായും സില്ലായുമായുള്ളവരെ എന്റെ വാക്ക് കേൾക്കുവിൻ. ലാമേക്കൻ ഭാര്യമാരെ എന്റെ വചനത്തിന് ചെവി തരുവിൻ. എന്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെയും എന്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. കയ്യിന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമേക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. കണ്ടോ തന്റെ വീരവാദമൊക്കെ കണ്ടോ? ഇത് എവിടുന്ന് വന്നതാ? കയ്യൻ ഒരു പട്ടണം പണിത് സുരക്ഷിതനായി തന്റെ തലമുറകളെ കണ്ടു. അവരൊക്കെ നമ്മുടെ ലോകത്തിന്റെ പ്രകാരം പറഞ്ഞ വലിയ വലിയ ആൾക്കാരായി. ആദ്യമായിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കുന്ന, മ്യൂസിക്, അങ്ങനെ മറ്റു പല കാര്യങ്ങൾക്കും അവരൊക്കെ ഫേമസ് ആയി. എന്നാൽ ഇവിടം തൊട്ട് ജീനിയോളജി അല്ലെങ്കിൽ വംശ പാരമ്പര്യം 2ആയിട്ട് തിരിയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഒന്ന് കയ്യന്റെ വംശപാരമ്പര്യം, രണ്ടാമത് വേറൊരാളുടെ വംശപാരമ്പര്യത്തെ പറയുന്നുണ്ട്. അതാരാണെന്നറിയാമോ? കയ്യന്റെ അനിയനായ ശേത്ത്. ഇത് 7ാമത്തെ തലമുറയായ കയ്യന്റെ 7ാമത്തെ തലമുറയായ ലാമാക്കിനെ പറ്റി പറയുന്നു. താൻ പറയുകയാണ്, എന്നെ ആരെങ്കിലും മുറിവേൽപ്പിച്ച എന്റെ ആ മുറിവിന് വരെ ഞാൻ എന്ത് ചെയ്യും? ഒരുത്തനെ തട്ടും. പുള്ളിയാണ് ആദ്യമായിട്ട് 2 ഭാര്യമാരെയൊക്കെ എടുത്ത വ്യക്തി. കണ്ടോ ഒരു തലമുറ എങ്ങനെയാണ് അതമ്പതിച്ചു പോകുന്നതെന്ന് കണ്ടോ? എന്നാൽ മറ്റൊരു തലമുറയുണ്ട്, ശേത്തിന്റെ തലമുറ. അവരെ പറ്റി പറയുന്നത് 5-ാം അധ്യായം 3-ാം വാക്യം മുതൽ. ആദാമിന് 130 വയസ്സായപ്പോൾ അവൻ തന്റെ സാദൃശ്യത്തിൽ തന്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു. അവന് ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിനെ ജനിപ്പിച്ച ശേഷം ആദാം 800 സംവത്സരം ജീവിച്ചിരുന്ന പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ഇനി അതിന്റെ 19-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 19-ാമത്തെ വാക്യം. ഹാനോക്കിനെ ജനിപ്പിച്ച ശേഷം
യാരേദ് 800 സംവത്സരം ജീവിച്ചിരുന്ന പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. യാരേദിന്റെ ആയുഷ്കാലം ആകെ 962 സംവത്സരമായിരുന്നു. പിന്നെ അവൻ 23 24 വാക്യങ്ങളൂടെ 23 24 വാക്യങ്ങളൂടെ. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. കണ്ടോ, രണ്ട് തലമുറകളും തമ്മിലുള്ള വ്യത്യാസം കണ്ടു. ഒരു തലമുറയിൽ ലോകപ്രകാരം എല്ലാവരും ഫേമസ് ആയി, വീരശൂര പരാക്രമികളൊക്കെയായി. പക്ഷെ മറ്റൊരു തലമുറയെ പറ്റി പറയുന്നത് അവരെന്തോ ചെയ്തു? ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നവരായി മാറി. കണ്ടോ തലമുറകളിലെ വ്യത്യാസം. ഈ ഹാനോക്കിനെ പറ്റി പുതിയ നിയമത്തിലും കുറച്ച് വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീനിയോളജി, വംശപാരമ്പര്യം പറഞ്ഞു വരുമ്പോൾ അവിടെ പറഞ്ഞു വരുന്ന ഒരു വ്യക്തിയാണ് ആര്? ഹാനോക്ക്. ഹാനോക്ക് എന്ന് പറയുന്ന വ്യക്തി. അത് റെഫറൻസ് ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 37-ാമത്തെ വാക്യമാണ്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ വായിച്ചാൽ മതി. അതുപോലെ തന്നെ ഹാനോക്കിന്റെ വിശ്വാസത്തെ പറ്റി എബ്രായ ലേഖനം 11-ാം അധ്യായം 5-ാം വാക്യം പറയുന്നുണ്ട്. ഒന്ന് വായിക്കാമോ? എബ്രായ ലേഖനം 11:5. എബ്രായ ലേഖനം 11-ാം അധ്യായം 5-ാം വാക്യം. ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിനു മുമ്പ് സാക്ഷ്യം പ്രാപിച്ചു. ആമേൻ. സ്തോത്രം. കണ്ടോ, ഒരു തലമുറ കണ്ടോ, മറ്റേ തലമുറ ലോകപ്രകാരം വലിയ കാര്യങ്ങൾ ചെയ്ത് ഫേമസ് ആയി വരുമ്പോ ദൈവത്തെ അറിഞ്ഞു ജീവിക്കുന്നവന്റെ തലമുറ, അവൻ ദൈവത്തോടടുത്ത് ജീവിക്കാൻ, വിശ്വാസത്താൽ ജീവിക്കാൻ അവനെ അഭ്യസിപ്പിച്ച് അവൻ പഠിച്ചവനായി മാറും. യൂദായുടെ ലേഖനം 1-ാം അധ്യായം 14-ഉം 15-ഉം വാക്യങ്ങളും ഈ ഹാനോക്കിനെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം വരുമ്പോഴത്തേക്കിന്, 5-ാം അധ്യായം വരുമ്പോഴത്തേന് നമുക്ക് കാണാൻ കഴിയുന്ന 2 തലമുറകളായി ഇവര് വിഭാഗിക്കപ്പെട്ടു പോവുകയാണ്. 1 കയീന്റെ തലമുറ, 2 ശേത്തിന്റെ തലമുറ. ഇനി നമ്മൾ പെട്ടെന്ന് 6-ാം അധ്യായത്തിലേക്ക് വരികയാണ്. അവിടെ പറയുകയാണ്, മനുഷ്യർ ഭൂമിയിൽ പെരുകി തുടങ്ങി, അവർക്ക് പുത്രന്മാർ ജനിച്ചു. ദൈവത്തിന്റെ പുത്രന്മാരും മനുഷ്യന്റെ പുത്രന്മാരും. കണ്ടോ, അവിടെ 2 വ്യത്യസ്ത തലമുറകളെ നിങ്ങൾ കാണുന്നുണ്ടോ? പലരും പറയുന്നുണ്ട് ഇത് ദൂതന്മാരാണ് എന്ന്. പക്ഷേ ഒരു 95% അല്ലെങ്കിൽ 96% വേദ പണ്ഡിതന്മാരും തിയോളജിയന്മാരും ഒക്കെ വിശ്വസിക്കുന്നത് കയീന്റെ തലമുറകളെ മനുഷ്യന്റെ പുത്രന്മാരെന്നും ശേത്തിന്റെ തലമുറയെ ദൈവത്തിന്റെ പുത്രന്മാരെന്നും അറിയപ്പെട്ടു. അതിനുദാഹരണം അവർ പറയുന്നത് ഈ ലൂക്കോസിന്റെ സുവിശേഷം 3:37. കാരണം കർത്താവായ യേശുക്രിസ്തു ജനിച്ച വംശപാരമ്പര്യം എബ്രായ ലേഖനത്തിൽ പറയുന്ന വിശ്വാസ വീരനായ ഹാനോക്കിന്റെ വംശപാരമ്പര്യം, അതുപോലെ തന്നെ യൂദയുടെ പുസ്തകത്തിൽ പറയുന്നത് പോലെ പ്രവാചകനായ ഹാനോക്ക് എന്നൊക്കെ പറയുന്നത് പോലെ അവരുടെ ദൈവത്തെ അറിഞ്ഞു ജീവിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന തലമുറകളെ അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിച്ചു എന്ന് പറയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ നമുക്കും അങ്ങനെ തന്നെ വിശ്വസിക്കാം. കയീന്റെ തലമുറകളെ മനുഷ്യന്റെ പുത്രന്മാരെന്നും ദൈവത്തോട് അടുത്ത് ജീവിച്ച വ്യക്തികളെ ദൈവഭക്തന്മാർ അല്ലെങ്കിൽ ദൈവപുത്രന്മാരെന്നും നമുക്ക് വിളിക്കാം. അങ്ങനെയെങ്കിൽ ഈ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ 2 തലമുറകളെ പറ്റി നമുക്ക് കാണാൻ കഴിയുന്നു. ഇവിടെ പറയുകയാണ്, ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യമാരായി എടുത്തു. അപ്പോൾ യഹോവ, മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡമല്ലോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരം ആകും എന്ന് അരുളി ചെയ്തു. കണ്ടോ? അപ്പൊ എന്റെ ഒരു ചോദ്യം, സൗന്ദര്യമുള്ള ഭാര്യമാരെ എടുക്കുന്നത് തെറ്റാണ്? ഇവിടെ ഇവരെന്തോ ചെയ്ത്? ഒരു ദൈവമില്ലാത്ത മക്കളെ എടുത്തു, അതുകൊണ്ടാണ്.
അതാണോ എന്റെ ആൻസർ? സഹോദരന്മാരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന് മറുപടി പറയാൻ കഴിയുമോ? നമ്മളൊക്കെ കല്യാണം കഴിച്ച സൗന്ദര്യമുള്ള സഹോദരിമാരെയാണല്ലോ. അപ്പൊ സൗന്ദര്യമുള്ളവരെ കല്യാണം കഴിക്കുന്നത് തെറ്റാണോ? ഇവരെന്താ ചെയ്തത്? അല്ല, മനുഷ്യന്റെ സൗന്ദര്യമുള്ളവർ പുത്രിമാർ സൗന്ദര്യം. ഉം. പക്ഷെ ദൈവഭയമുള്ളവരെ അവിടെ നിങ്ങളൊരു വാക്ക് ശ്രദ്ധിച്ചു. അവിടെ തന്നെ അതിന്റെ മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് അറിയാമോ? ഏവരെയും ബോധിച്ച ഏവരെയും സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് ഞങ്ങൾക്ക് ബോധിച്ചവർ. അപ്പം നമ്മുടെ നോട്ടം ഒരു ദൈവഭക്തന്റെ അല്ലെങ്കിൽ ദൈവമക്കളുടെ ഇന്റൻഷൻ, അതായത് നമ്മുടെ പറയത്തില്ല മനസ്സിലിരിപ്പ് ഉള്ളിലിരിപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ, ദൈവിക ആലോചനകൾക്ക് പിന്നാലെ പോയി കുടുംബജീവിതം കെട്ടിപ്പടുക്കേണ്ട ദൈവത്തിന്റെ പുത്രന്മാർ അവരിപ്പോ എങ്ങനെയാണ് ജീവിക്കുന്നത്? അവരിപ്പോ എങ്ങനെയാണ് നടക്കുന്നത്? ദൈവവചനം പറയുന്നു, അവർ ബോധിച്ചതുപോലെ തിരഞ്ഞെടുപ്പുകൾ നടത്തും, ബോധിച്ചതുപോലെ കുടുംബം കെട്ടിപ്പടുക്കും, ബോധിച്ചതുപോലെ ജീവിക്കാൻ താല്പര്യപ്പെടും. അപ്പോൾ ദൈവം പറയുകയാണ്, എന്റെ ആത്മാവ് സദാകാലത്തേക്കും എന്തോ ചെയ്യത്തില്ല, ബാധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് വലിയൊരു ദൈവിക മർമ്മമാണ്. നാം നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ തീരുമാനിച്ചാൽ, നാം നമ്മുടെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നതെങ്കിൽ, ദൈവഹിതം തള്ളിക്കളഞ്ഞിട്ടാണ് നാം ജീവിക്കുന്നതെങ്കിൽ, ഇന്നും ദൈവം നമ്മളോട് പറയുന്നൊരു വാക്കുണ്ട്. എന്താണെന്നറിയാമോ? എന്റെ ആത്മാവ് സദാകാലം എന്തോ ചെയ്യത്തില്ല, ബാധിക്കത്തില്ല. ദൈവവചനത്തിൽ ഇപ്രകാരം ഒരു വാക്കുണ്ട്, ദൈവത്തിന്റെ ആത്മാവിനെ എന്തോ ചെയ്യരുത്, ദുഃഖിപ്പിക്കരുത്. കാരണം എന്താണെന്നറിയാമോ? അവനാലല്ലോ നിങ്ങൾ ആ വാക്യം എവിടാണെന്ന് അറിയാമോ? എഫേസ്യർ ലേഖനത്തിലാ, എഫേസ്യർ 4-ലാണെന്ന് തോന്നുന്നു. ഒന്നെടുത്ത് വായിക്കാമോ? അവിടെ പറയുന്നു, ദൈവത്തിന്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. കണ്ടോ? ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് എങ്ങനെ ദുഃഖിപ്പിക്കാമെന്ന് ചോദിച്ചാൽ എങ്ങനെ ദുഃഖിപ്പിക്കാം? ദൈവത്തിന്റെ ഇഷ്ടം ചോദിക്കാതെ, ദൈവത്തിന്റെ ഹിതം ചോദിക്കാതെ നമ്മളിപ്പോ ജീവിക്കുന്നോട്ട് അങ്ങ് ജീവിച്ചാൽ മതി. എങ്ങനെ? ഒരു കാര്യത്തിന് ദൈവികാലോചന ചോദിക്കാതെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ശരി, നാളെ തൊട്ടൊരു പ്രവാചകനെ വിളിച്ച് ആലോചന. അതിന്റെ കാര്യമല്ല പറയുന്നത്. നമ്മൾ ഏത് കാര്യത്തിന്, ഏത് പ്രവൃത്തിക്ക്, എന്തിന് പുറത്തിറങ്ങുന്നോ, ചെയ്യാൻ തീരുമാനിക്കുന്നു, അതിനു മുമ്പ് ദൈവിക ഹിതം നമ്മൾ അറിഞ്ഞിരിക്കണം. ദൈവത്തോട് നമ്മൾ ചോദിച്ചിരിക്കണം. ദൈവഭക്തനായ വില്ലി ഗ്രഹാം ഇപ്രകാരം പറഞ്ഞ ഒരു വാക്ക് എന്റെ മനസ്സിൽ ഞാൻ കുറിച്ചിട്ടിട്ടുണ്ട്. അത് കേട്ട നാൾ മുതൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞത്, രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ഇപ്രകാരം പറയും, അല്ലെങ്കിൽ പ്രാർത്ഥിക്കും, ദൈവമേ, എന്നെയും ഈ ദിവസത്തെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അതൊരു ദൈവിക വചനമാണ്. 37-ാം സങ്കീർത്തനം ഇപ്രകാരം പറയുന്നു, നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. 37-5 സങ്കീർത്തനം 37-5 വിവചനം പറയുന്നു, നമ്മുടെ വഴി നമ്മൾ ആർക്ക് കൊടുക്കണം? ദൈവത്തിന് സമർപ്പിക്കണം. നമുക്കറിയാം, ഒരു കാര്യം സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പോയി നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റൂ? ഇല്ല. നമ്മൾ ദൈവത്തിന്റെ കരത്തിൽ പ്രാർത്ഥിച്ച് ഈ ദിവസത്തെ നമ്മളെ കൊടുത്തിട്ട് പറയണം, കർത്താവേ, നിന്റെ ഹിതം മാത്രം എന്റെ ജീവിതത്തിൽ നടക്കണം. എന്റെ സംസാരത്തെ അങ്ങ് നിയന്ത്രിക്കണം, എന്റെ ചിന്തകളെ അങ്ങ് നിയന്ത്രിക്കണം, എന്റെ വിചാരങ്ങളെ അങ്ങ് നിയന്ത്രിക്കണം, എന്റെ വാക്കുകളെ അങ്ങ് നിയന്ത്രിക്കണം, എന്റെ പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണം. ഒരു ദൈവവേദലായി വിശുദ്ധ ജീവിതം നയിക്കാൻ എന്നെ സഹായിക്കണമേ. എന്റെ ബലഹീനതയിൽ തുണ നിൽക്കാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ദിവസം തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തെ ആരെ നിയന്ത്രിക്കും? പിതാവായ ദൈവം. ദൈവം നിയന്ത്രിക്കും. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഇന്ന് രാത്രി ദൈവവചനം നമ്മളോട് സംസാരിക്കുന്ന ഒരു വാക്കാണ് എന്ത്? ദൈവത്തിന്റെ ആത്മാവ് സദാകാലവും നമ്മളോട് ബാധിക്കത്തില്ല. സദാകാലവും നമ്മളോട് ബാധിക്കത്തില്ല. ഇന്ന് വരെ ദൈവിക ആലോചനകൾ കേൾക്കാതെ
ദൈവഹിതം എന്തെന്നറിയാതെ ജീവിതത്തിൽ പല തെറ്റുകൾ നാം ചെയ്തിട്ടുണ്ടാവാം. എന്നാൽ ഇന്ന് രാത്രി മടങ്ങി വരുവാൻ ഈ ദൈവവചനം നമ്മളോട് പറയുക. ദൈവം പറയുകയാണ്, എനിക്ക് നിന്നെക്കുറിച്ചൊരു ഹിതമുണ്ട് കേട്ടോ. എനിക്ക് നിന്റെ കുടുംബത്തെക്കുറിച്ചൊരു ഹിതമുണ്ട്. എനിക്ക് നിന്റെ കുഞ്ഞുങ്ങളെ പറ്റി, എനിക്ക് നിന്റെ ഭാവിയെ പറ്റി കരുതാൻ നമുക്ക് ഒരപ്പനുള്ളപ്പോ അനാഥരെ പോലെ നാം നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ എന്തിനാ ചിന്തിക്കുന്നത്? നമ്മൾ എന്തിനാ തീരുമാനമെടുക്കുന്നത്? ഞാൻ നിന്നെ അനാഥനായിട്ട് വിടത്തില്ലെന്ന് പറഞ്ഞൊരു കർത്താവുള്ളപ്പോ നമ്മളെ നേർവഴിയിൽ നടത്താൻ തന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് നൽകിയിരിക്കുന്ന ആ സത്യത്തിന്റെ ആത്മാവിനെ നമ്മുടെ മേൽ അയച്ച, നമ്മുടെ ബലഹീനതയിൽ തുണ നിൽക്കുവാൻ കഴിയുന്ന, വേണ്ടുന്നവണ്ണം എന്ത് പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിയത്തില്ലെങ്കിലും നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവുള്ളപ്പോ പിന്നെ നമ്മൾ ഇങ്ങനെ, പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുത്ത് വിഷമിച്ച് ഭാരപ്പെട്ട് ദുഃഖിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് തൽക്കാലം വിഷമിച്ചിരിക്കുന്ന ആ കാര്യത്തെ ദൈവകരങ്ങളിലേക്കൊന്ന് കൊടുക്കാവൂ. എന്നിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖമാണെങ്കിൽ നെഞ്ചത്ത് കൈവച്ചിട്ടെന്ന് പറഞ്ഞാൽ, ഞാൻ അനാഥനല്ല, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവ് സ്വർഗത്തിലുണ്ട്, എനിക്കൊരു പിതാവ് സ്വർഗത്തിലുണ്ട്. ആമേൻ, ആമേൻ. ഇന്ന് മുതൽ എന്റെ കാര്യങ്ങൾ സെക്യൂർ ആക്കാനല്ല, എന്റെ വഴി ഞാൻ എന്റെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്തിരിക്കുക. 6-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ പുത്രന്മാർ, ഹല്ലേലൂയ, അവർ തങ്ങൾക്ക് ബോധിച്ചതുപോലെ കാര്യം ചെയ്തപ്പോൾ ദൈവം അവരെ കുറിച്ച് ദുഃഖിച്ചു എന്നാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒരു തീരുമാനം എടുക്കാൻ കഴിയുമോ? എന്നെ കുറിച്ച് എന്റെ പിതാവ് ദുഃഖിക്കത്തില്ല. ഞാൻ എന്റെ പിതാവിന്റെ ഹിതമനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പിതാവിന്റെ ഹിതമനുസരിച്ച് ഞാൻ മുമ്പോട്ട് പോകും. ഞാൻ എടുക്കുന്ന ഓരോ സ്റ്റെപ്പും എന്റെ പിതാവിന്റെ ഹിതമനുസരിച്ചായിരിക്കും. ദൈവം എന്നോട് സംസാരിക്കും, എന്റെ കുഞ്ഞുങ്ങളോട് സംസാരിക്കും. എന്റെ ഭാവിയെ പറ്റി ദൈവം എനിക്ക് അതിനെ ഹസ്തര പൗഡാരിക്കണം. കർത്താവ്, ഇങ്ങനെ വഴി ഞങ്ങളെ കാണിച്ചു തരണമേ, അങ്ങനെ വഴി ഞങ്ങളെ അറിയിക്കണമേ. മോശ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അങ്ങയുടെ വഴി ഞങ്ങളെ ഒന്ന് അറിയിക്കണമേ. കുട്ടപലരികനപനഹ. അങ്ങനെ പ്രാർത്ഥിച്ച മോശയോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിന്നോട് കൂടെ പോരും, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. ദൈവം വഴി കാണിച്ചു തരണമെങ്കിൽ ദൈവിക സാന്നിധ്യം എപ്പം നമ്മളോട് കൂടെ ഉണ്ട്. ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയെങ്കിൽ ഇനി അടുത്തത് എന്ത്? വാട്ട് ഈസ് നെക്സ്റ്റ്? എന്റെ ഭാവി എങ്ങനെയാണെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ നാളെ എങ്ങനെയാണെന്ന് അറിയാത്തവരെ, ഇന്ന് ഈ രാത്രി ദൈവവചനം നമ്മളോട് സംസാരിക്കുന്നു. ദൈവത്തിന്റെ പുത്രന്മാരായ നമ്മൾ മടങ്ങിവ. ബോധിച്ച കാര്യം ചെയ്യാതെ ദൈവഹിതമനുസരിച്ച് ദൈവിക കാര്യങ്ങളെ ചെയ്യുവാൻ ദൈവവചനം നമ്മളോട് ഇന്ന് രാത്രി ബുദ്ധി ഉപദേശിക്കുക. 6-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്, തങ്ങൾക്ക് ബോധിച്ചതുപോലെ അവർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദൈവം പറയുക, മതി, നിന്റെ ജീവിതം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുക. അന്ന് വരെ 900 വർഷം 600 വർഷം വരെയൊക്കെ ജീവിച്ചിരുന്നവരുടെ ലൈഫ് സ്പാൻ എത്ര എന്നറിയാവോ? 120 വർഷമായി. ഇപ്പൊ അതുപോലും ഇല്ലെന്ന് മോശയുടെ ഭാഷയെ പറഞ്ഞ എത്ര? 80 വരെയൊക്കെ ഉള്ളൂ. 80 വരെയൊക്കെ ഉള്ളൂ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഒരുപക്ഷെ 80 വയസ്സ് വരെ നമുക്ക് ജീവിക്കാൻ പറ്റിയാൽ അത് ദൈവികപ്രകാരമുള്ള ഒരു ജീവിതമാണ്. ദൈവികപ്രകാരമുള്ള ഒരു ജീവിതമാണ്. ഇവിടെ മനുഷ്യന്റെ പുത്രന്മാർ സൗന്ദര്യമുള്ളവർ കണ്ടിട്ട് ലോകപ്രകാരമുള്ള സൗന്ദര്യത്തിന്റെ പിന്നാലെ അവര് പോയി. ഞാൻ ഈ യൂത്തിനൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, അവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ദൈവജൻ പറയുന്നു, മനുഷ്യരാരും പരിപൂർണരല്ല, പെർഫെക്റ്റ് അല്ല. ദൈവവചനം പറയുന്നൊരു കാര്യമാണ്, എല്ലാവരും ബലഹീനതയുള്ളവരാണ്. ഒരുപക്ഷെ എനിക്ക് സംസാരിക്കാൻ നല്ല കഴിവുണ്ടെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്തായിരിക്കും? ബലഹീനരായിരിക്കും. അങ്ങനെയാണ്. പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യരാരുമില്ല. അല്ലെങ്കിൽ അവരുടെ മേൽ ദൈവിക ശക്തി വ്യാപരിക്കണം. ദൈവാത്മാവ് അവരെ എന്ത് ചെയ്യണം? ശക്തരാക്കണം. അപ്പൊ പെർഫെക്റ്റ് ആയിട്ടുള്ള ആരുമില്ല. അപ്പൊ ഞാൻ എപ്പോഴും അവരോട്, യൗവനക്കാരോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ നല്ല സൗന്ദര്യമുള്ളവരെ നോക്കിപ്പോയി ആലോചിച്ചു, അവർ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ അവരെന്തായിരിക്കും?
പെർഫെക്റ്റ് ആയി. പെർഫെക്റ്റ് ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം ആലോചിച്ചോണം, മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിൽ എന്തുകൊണ്ട് അവർക്ക് വീക്ക്നെസ് ഉണ്ട്. വീക്കായിരിക്കും. അപ്പം ഈ കാര്യത്തിൽ പെർഫെക്റ്റ് ആണെങ്കിൽ മറ്റൊരു കാര്യത്തിൽ എന്തോ ചെയ്യും? വീക്കായി. നിങ്ങൾ നോക്കിയോ, കുടുംബജീവിതത്തിൽ പലരുടെയും കാര്യത്തിലൊക്കെ നോക്കിയോ. ഒരുപക്ഷെ ഒരു കൗൺസിലർ ആയതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഒരുപക്ഷെ ഒബ്സർവ് ചെയ്യും. എങ്കിലും പലരും, ഞാൻ അവരോട് പറയും, മക്കളെ, സൗന്ദര്യം ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല, അതിൽ വീക്കായാലും വേറൊരു കാര്യത്തിൽ പെർഫെക്റ്റ് ആൾക്കാരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ലേ നല്ലത് എന്ന് ഞാൻ പലപ്പോഴും ചോദിക്കാറ്. കാര്യം വേറൊന്നുമല്ല, നമ്മള് സദൃശവാക്യം പഠിക്കുമ്പോൾ സദൃശവാക്യത്തിന്റെ എഴുത്തുകാരനായ ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ 300 ഭാര്യമാരും 3000 വെപ്പാട്ടികളുമുള്ള അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ്, ഭാര്യയെ ലഭിക്കുന്നവന് എന്ത് ലഭിക്കുന്നു എന്ന് പറയുന്നത്? നന്മ, അനുഗ്രഹം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ അനുഗ്രഹം, നന്മ എങ്ങനെയുള്ളവരാണെന്നും കൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 1, വിവേകമുള്ള സ്ത്രീ. 2, പരിജ്ഞാനമുള്ളത്. 3, യഹോഭക്തിയുള്ള. അപ്പൊ ഈ 3 കാറ്റഗറിയിലുള്ള ആൾക്കാരെ കിട്ടിയാലേ എന്തോ ആകത്തുള്ളൂ? അത് അനുഗ്രഹമാകത്തുള്ളൂ, അത് നന്മയാകത്തുള്ളൂ. ഒന്ന് ആലോചിച്ചേ, വിവേകമില്ലാത്ത ഒരു യുവതിയാണ് കല്യാണം കഴിക്കുന്നെങ്കിൽ എന്നിട്ട് വല്ല കാര്യമുണ്ട്? പരിജ്ഞാനമില്ലാത്ത ആണെങ്കിൽ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? യഹോഭക്തി ഇല്ലാത്തതാണെങ്കിൽ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? വിവേകം ഉള്ളതാണെങ്കിൽ ഒരു കുടുംബം എങ്ങനെ നയിക്കണമെന്നും എങ്ങനെ അമ്മായിപ്പനോടും അമ്മായിമ്മയോടും ഭർത്താവിനോടും ഒക്കെ ഡീൽ ചെയ്യണമെന്നും ആർക്കറിയാം? വിവേകമുള്ളവർക്കറിയാം. പരിജ്ഞാനമുള്ളവർക്കോ ഇതറിയാം, വകതിരിവുകളെ അറിയാം. യഹോഭക്തി ഉണ്ടല്ലോ, ഇതെല്ലാം ഇവിടെ കാണും. ദൈവത്തെ ഭയപ്പെടുന്നവര് ദൈവത്തിന് എന്നതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പൊ എന്നെ കേൾക്കുന്നവരെ, കല്യാണം കഴിക്കാത്ത ആരെങ്കിലും എന്നെ ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സൗന്ദര്യമല്ല ദൈവത്തിന്റെ വഴി. യഹോഭക്തി, വിവേകം, പരിജ്ഞാനം. നിങ്ങൾ ഇനി വേണമെങ്കിൽ ഞാൻ അടുത്ത ആഴ്ച എന്റെ റെഫറൻസുകൾ തരാം. അത് സെലക്ട് ചെയ്യുവാൻ പരിശ്രമിക്കുക. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയണം, എനിക്ക് കൃപയാൽ യഹോഭക്തിയായിട്ടുള്ള ഒരു മാതാവിനെ ദൈവം എനിക്ക് നൽകി. എന്നെ കല്യാണപ്രായമൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ അമ്മച്ചി ഞങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, മക്കളെ, കല്യാണം എന്ന് പറയുന്നത് അത് മരണം വരെ, ദൈവജനത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരാളും മരിക്കണം വരെ എന്തോ ചെയ്യും? ആ ബന്ധം അല്ലെങ്കിൽ ആ ഉടമ്പടി നിലനിൽക്കുന്നത്. എന്നിട്ട് പറയും, അങ്ങനെയെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ദൈവീത പ്രകാരമുള്ള ഭാര്യമാർ നിങ്ങൾക്ക് ദൈവം തരേണ്ടതിന് വേണ്ടി. അങ്ങനെ എപ്പോഴും പറയുന്നത് കൊണ്ട് ഇങ്ങനെ കേട്ട് അറിയാതെ പ്രാർത്ഥിക്കാൻ ഞങ്ങളും പരിശീലിച്ചു. കൃപയാൽ എനിക്കും എൻ്റെ സഹോദരന്മാർക്കൊക്കെ ലഭിച്ചിരിക്കുന്ന ഭാര്യമാർ ദൈവീത പ്രകാരമുള്ളവരായിരുന്നു. ഇന്നും ഒരു തരത്തിലുള്ള കുടുംബ പ്രശ്നമില്ലാതെ ഇന്നു വരെ സഹോദരന്മാരൊക്കെ ഭയങ്കര സന്തോഷത്തോടെ, ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അതിന്റെ പിന്നിലുള്ള ഇതേ ഉള്ളൂ, പ്രാർത്ഥന. അങ്ങനെയെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒക്കെയാണെങ്കിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഈ ഭാഗമൊക്കെ വായിക്കണം. വായിച്ചിട്ട് നമ്മൾ അവരോട് ചോദിക്കണം, നിങ്ങൾക്ക് ഇതെന്ത് മനസ്സിലായി? കണ്ടോ, ദൈവജനം പറയുന്നു, സൗന്ദര്യത്തിന്റെ പിന്നാലെ പോയി കണ്ണ് കുരുടായി ദൈവീയഹിത പ്രകാരമല്ലാത്ത ചോയ്സ് എടുത്തത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായ നഷ്ടം. കുറെ നാളോടൊക്കെ ജീവിക്കേണ്ടവർ, നല്ല രീതിയിൽ ജീവിക്കേണ്ടവർ, അവരുടെ ജീവിതത്തെ ദൈവം തൊട്ടു. ഇന്നും അങ്ങനെ പലരുടെയും ജീവിതത്തിൽ ദൈവിക ഇടപെടലുകൾ അല്ലെങ്കിൽ ദൈവിക ശാപം അല്ലെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാതിരിക്കുന്നതിന്റെയൊക്കെ പല കാരണങ്ങളിൽ ഒന്നിത്. ഇത് മാത്രമല്ല അവിടെ സംഭവിച്ചത്. തുടർന്ന് നമുക്ക് വായിക്കാം 5-ാമത്തെ വാക്യം.
6-ാം അധ്യായം 5-ാം വാക്യം. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ Yes. വിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത്രേ എന്നും യഹോവ കണ്ടു. കണ്ടോ? ഇപ്പൊ എങ്ങനായി? സൗന്ദര്യത്തിന്റെ പിന്നാലെ പോയി സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ തുടങ്ങിയ മനുഷ്യർ ഇപ്പൊ അവർക്ക് എന്തോ സംഭവിച്ചു? അവരുടെ ഉള്ളിൽ ദുഷ്ടത കൊണ്ട് നിറയാൻ തുടങ്ങി. അവരുടെ നിരൂപണങ്ങൾ ദോഷമുള്ളതെന്ന്, എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്ന് യഹോവ കണ്ടു. കണ്ടോ? ഹൃദയത്തിന്റെ വിചാരങ്ങളും നിരൂപണങ്ങളും ഒക്കെ ദൈവിക സാന്നിധ്യമില്ലാത്തതാണെങ്കിൽ അത് എങ്ങനെയുള്ളതായി മാറും? ദോഷമുള്ളതും ദുഷ്ടതയുള്ളതുമായിട്ട് മാറും. അപ്പൊ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 കാറ്റഗറിയിലുള്ള മനുഷ്യരേ ഉള്ളൂ. ഒന്നെങ്കിൽ ദൈവഭക്തർ, ദൈവമക്കൾ, ഇല്ലെങ്കിൽ ദൈവമില്ലാത്തവർ. അവരെ ഭരിക്കുന്ന ആർ? ഉറപ്പായിട്ടും മറ്റേ പുള്ളിയായിരിക്കും. ആ പുള്ളിയുടെ പ്രത്യേകത തന്നെ പറയുന്നത് അറുപ്പാനും മുടിപ്പാനും ഒക്കെ പുള്ളി വരുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ പുള്ളി ഹൃദയത്തിൽ ഇരുന്നിട്ട് പറഞ്ഞു കൊടുക്കുന്ന എന്തായിരിക്കും? അപ്പൊ ദൈവിക സാന്നിധ്യം നമ്മളിൽ ഇല്ലെങ്കിൽ, ദൈവിക വഴികളിലല്ലെങ്കിൽ നമ്മൾ നടക്കുന്നതെങ്കിൽ, ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിചാരങ്ങൾ ദുഷ്ടതയുള്ളതായിട്ട് മാറും. ഇങ്ങനെ ദുഷ്ടതയുള്ളതായിട്ട് മാറിയപ്പോ ഇത് ദൈവം കണ്ടിട്ട് ദൈവം പറയുകയാണ്, താൻ മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് യഹോവ അനുതപിച്ചു. ദൈവത്തിന്റെ മനസ്സ് നമുക്ക് എങ്ങനെ വ്യസനിപ്പിക്കാൻ കഴിയും? ഇന്ന് നമ്മൾ കേട്ട 4 കാര്യങ്ങൾ. 1, ലോകത്തിന്റെ പിന്നാലെ പോയ ദൈവത്തിന്റെ മക്കൾ, സൗന്ദര്യത്തിന്റെ പിന്നാലെ. 2, തങ്ങൾക്ക് തന്നെ ബോധിച്ച തീരുമാനങ്ങൾ എടുത്തു. 3, അവരുടെ ഹൃദയ വിചാരങ്ങൾ നല്ലത്. 4, അവരുടെ നിരൂപണങ്ങൾ ദോഷമുള്ളതായി. അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവം അനുതപിച്ചു. അങ്ങനെയെങ്കിൽ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തന്നെ നമ്മളെ ഒന്ന് ശോധന ചെയ്യാൻ പറ്റും. നമ്മുടെ തീരുമാനങ്ങളൊക്കെ എങ്ങനെയുള്ളതാണ്? നമ്മൾ ഇന്ന് വരെ എടുത്ത തീരുമാനങ്ങളൊക്കെ എങ്ങനെയുള്ളതാണ്? നമ്മുടെ ചിന്തകളൊക്കെ എങ്ങനെയുള്ളതാണ്? നമ്മുടെ നിരൂപണങ്ങളൊക്കെ എങ്ങനെയുള്ളത്? ഈ നമ്മുടെ ചിന്തകൾ കൊണ്ടും തീരുമാനങ്ങൾ കൊണ്ടും നിരൂപണങ്ങൾ കൊണ്ടും നമ്മൾ ദൈവത്തെ ദുഃഖിപ്പിക്കുന്നവരാണ്. ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചതിന് ഒരു ഉദ്ദേശമുണ്ട്. ലോക സ്ഥാപനത്തിന് മുമ്പ് നമ്മളെ കണ്ട, നമ്മളെ തിരഞ്ഞെടുത്ത ആ പിതാവ് ഇന്ന് രാത്രി എന്നെയും നിങ്ങളുടെയും അവസ്ഥ കണ്ടിട്ട്, നമ്മളായിരിക്കുന്ന, നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതം കണ്ടിട്ട് ദൈവത്തിന് ദുഃഖമാണോ, അനുതാപമാണോ? നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. അതുകൊണ്ട് യഹോവ അനുതപിച്ചു. 7-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ സൃഷ്ടിച്ച മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയുകയും മനുഷ്യനെയും മൃഗത്തെയും ഇഴജന്തുക്കളെയും ആകാശത്തിന്റെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുകൊണ്ട് അവൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളിച്ചെയ്തു. അതിന്റെ 6-ാമത്തെ വാക്യം എന്താണെന്ന് അറിയാമോ? ഒന്ന് വായിക്കാമോ? താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് എട്ടാമത്തെ വാക്യം യഹോവ അരുളി 7 ചെയ്തത് വട്ടം വായിച്ചു. 7 വട്ടം. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുക കൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. സ്തോത്രം. കണ്ടോ? ബാക്കിയുള്ള സകലത്തെയും, എത്ര ആൾക്കാരുണ്ടെന്ന് നമുക്കറിയത്തില്ല, ലക്ഷങ്ങൾ കോടികൾ ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം. ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും നശിപ്പിക്കാൻ ആര് തീരുമാനിച്ചു? ദൈവം. അതിന്റെ നടുക്ക് താഴെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്നാൽ നോഹയ്ക്ക് യഹോവ കൃപ ലഭിച്ചു.
നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. കൃപ ലഭിച്ചു. Praise the Lord. അങ്ങനെയെങ്കിൽ Hallelujah. എന്നെ കേൾക്കുന്നവരെ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനങ്ങൾ എടുത്ത് ചിന്തകളും നിരൂപണങ്ങളും ഒക്കെ ദുഷ്ടതയുള്ളതും ദൈവത്തിന് അകന്നതുമായ ഒരു ജനത്തെ ദൈവം നശിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിന്റെ നടുക്ക് ഒരു വ്യക്തിക്ക് ദൈവം കൃപ നൽകിയെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ അങ്ങനെ കൃപ ലഭിച്ചവരുടെ കൂട്ടത്തിലാകട്ടെ നിങ്ങളും ഞാനും. ആമേൻ. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഈ ദൈവവചനം കേട്ട് ദൈവഹിതപ്രകാരം മാനസാന്തരപ്പെട്ട് മടങ്ങി വരാൻ ഒരാൾ തീരുമാനിച്ച ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചതുപോലെ ഇന്നു രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ നിങ്ങളുടെ ഭാവിയുടെ മേൽ ദൈവത്തിന്റെ കൃപ ലഭിക്കും. ഞാൻ വിശ്വസിക്കുക, ഞാനത് വിശ്വസിക്കുക. അതിനൊരു കാരണമുണ്ട്, അതുകൂടെ നമ്മൾ അറിയണം. ദൈവത്തിന്റെ കൃപയെന്ന് കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അത് വേണമെന്നൊക്കെ നമ്മൾ അങ്ങ് തീരുമാനിച്ചു. പക്ഷേ അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? 9-ാമത്തെ വാക്യം വായിക്കാമോ? നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. മതി. കണ്ടോ പുള്ളിയുടെ സ്വഭാവ സവിശേഷതകളെ കണ്ടോ? നീതിമാനായിരുന്നു. നോഹ തന്റെ തലമുറയിൽ ആരായിരുന്നു? നിഷ്കളങ്കൻ. നീതിമാൻ. അപ്പൊ ബാക്കിയുള്ളവരുടെ കാര്യം എന്താ പറഞ്ഞേ? സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുന്നവർ, ഹൃദയവിചാരങ്ങൾ ദോഷമുള്ളത്, നിരൂപണങ്ങൾ ദുഷ്ടതയുള്ളത്. അവരെ പറ്റി അങ്ങനെ 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 4 കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെ പറയുകയാണ്: 1 നീതിമാൻ, നിഷ്കളങ്കൻ, ദൈവത്തോടുകൂടെ നടക്കുന്നു. കണ്ടോ? അപ്പൊ എങ്കിൽ നമുക്കും പറയാം, കർത്താവേ എനിക്ക് നിന്റെ കൃപ വേണം, കൃപ വേണം. ഈ തലമുറയിൽ നീതിമാനായിട്ട് ജീവിക്കാൻ എനിക്ക് എന്തോ വേണം? നിന്റെ കൃപ വേണം. നിഷ്കളങ്കനായിട്ട്, ബാക്കിയുള്ളവരുടെ ഹൃദയവിചാരങ്ങളൊക്കെ കളങ്കമുള്ളതാ, ദുഷ്ടത ഉള്ളതാ, വേറൊരുത്തനായിട്ട് എങ്ങനെ പണി മേടിച്ചു കൊടുക്കാവുന്നുള്ളതാ, വേറെ ഒരുത്തന്റെ കാര്യങ്ങൾ എങ്ങനെ അടിച്ചു മാറ്റാവുന്നുള്ളതാ, അവനേക്കാൾ എങ്ങനെ വലിയവനാകാനെന്നുള്ളവനാ ചിന്തകളൊക്കെ ഇരിക്കുമ്പോൾ യഹോവയ്ക്കിനെ ഈ മനുഷ്യനെ പറ്റി പറയുന്നു, ആള് നിഷ്കളങ്കന. എന്നിട്ട് പറയുകയാണ് ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു വ്യക്തി. ഇന്ന് രാത്രി അങ്ങനെ ഒരു ജീവിതം നമുക്ക് വേണ്ട പറയുന്നത്. അതല്ലേ ദൈവം ആഗ്രഹിക്കുന്നു, അതല്ലേ ദൈവം ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ദൈവത്തോടു കൂടെ നടന്ന ഈ വ്യക്തിയെ പറ്റി പറയുന്നത് എന്താണെന്ന് അറിയാമോ? തന്റെ കുടുംബത്തെ പ്രളയത്തിൽ നിന്ന് രക്ഷിച്ച നീതിമാനായ നോഹ. അങ്ങനെ നിങ്ങൾ നീതിമാന്മാരായി നിഷ്കളങ്കരായി ദൈവത്തോടുകൂടെ നിങ്ങൾ നടക്കാൻ തീരുമാനിച്ചു, നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കും, നിങ്ങളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടും. നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബം രക്ഷിക്കപ്പെടും, ദൈവത്തെ അറിയുവാനിടയാക്കി അവരനുഗ്രഹിക്കും. നമ്മുടെ മറ്റുള്ളവരുടെ കുടുംബം നോക്കും. ഒരു പ്രളയം വന്നപ്പോ എന്തോ ഇത് തകർന്നുപോയി, നശിച്ചുപോയി. അവരുടെ ഒന്നും പേര് പറയാൻ ഇനി ഇല്ലെന്നേ. അവരവിടം കൊണ്ട് ഒതുങ്ങിയെന്നേ. ഇന്നലകളിൽ സൗന്ദര്യത്തിന്റെ പിന്നാലെ പോയാൽ ലോകത്തിന്റെ പ്രശസ്തി നേടിയവർ, പട്ടണം പണിതവർ, എന്റെ മുറിവിന് വേണ്ടി ഒരു യുവാവിനെ കൊല്ലുമെന്നൊക്കെ വീരവാദം അടിച്ചവർ, അവരൊക്കെ എവിടെ പോയി? അവരുടെ തലമുറകളൊക്കെ എവിടെ പോയി പ്രിയമുള്ളവരെ? എന്നാൽ ദൈവഹിതപ്രകാരം ജീവിക്കാൻ തീരുമാനിച്ച ദൈവകൃപ ലഭിച്ച ഒരുത്തന്റെ തലമുറ ഇന്നുമുണ്ട്, ഇന്നുമുണ്ട്, ഇന്നുമുണ്ട്. ദൈവത്തിന്റെ കൃപ ലഭിച്ചവന്റെ തലമുറ ഇന്നുമുണ്ട്, ഇന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ തലമുറകൾക്ക് വേണ്ടി ഭാരപ്പെട്ട് വിഷമിച്ച് കരയുന്നവരെ ദൈവത്തോട് ഇന്നെന്ന് പറയാം, കർത്താവേ എനിക്ക് അങ്ങയുടെ കൃപ, ഈ തലമുറയിൽ നീതിമാനായിട്ട് ജീവിക്കാൻ എനിക്ക് അങ്ങയുടെ കൃപ വേണം. ഈ തലമുറയിൽ നിഷ്കളങ്കനായിട്ട് ജീവിപ്പാൻ എനിക്ക് കൃപ വേണം, കൃപ വേണം. കാര്യം നമുക്കൊക്കെ അറിയാം, കളങ്കമുള്ള പല ചിന്തകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. പക്ഷെ അതിനെ അതിജീവിക്കണമെങ്കിൽ ദൈവാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വേണം. ദൈവാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ദൈവാത്മാവ് നമ്മളോട് വിട്. ദൈവം നിന്നോടുകൂടെ ഇല്ലേ? ദൈവം നിന്നോടുകൂടെ ഇല്ലേ? ഇത് പറഞ്ഞപ്പോ ഞാൻ എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ ഇവിടെ വല്ലപ്പോഴും ഒക്കെ കപ്പ കിട്ടും. അത് മൊസാംബിക് എന്ന് പറയുന്ന രാജ്യത്തുനിന്ന്, അയൽ രാജ്യത്തുനിന്ന് കൊണ്ടുവന്ന് വിൽക്കുന്ന. അപ്പം മാർക്കറ്റിൽ
നമ്മുടെ നാട്ടിലൊക്കെ കൂട്ട് മാർക്കറ്റ് ഉണ്ട്, ഒരു ബസ് സ്റ്റാൻഡിന്റെ സൈഡിൽ. അവരിങ്ങനെ കപ്പ കൊണ്ടുവന്ന് വിൽക്കും. അപ്പൊ ഞാൻ ഒരിക്കൽ കപ്പ മേടിക്കാൻ പോയി. അപ്പൊ കപ്പ മേടിക്കാൻ പോയപ്പോഴത്തേന് 3 ചെറിയ കപ്പ അവരിങ്ങനെ അടുക്കി വെച്ചു. ഒന്നിന്റെ മേളിൽ 2 അതിന്റെ മേളിൽ 1 വെച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു ഇതിന് എത്ര? അപ്പൊ അവർക്ക് ശരിക്കും ഇംഗ്ലീഷ് അറിയത്തില്ല. പിന്നെ പുള്ളിക്കാരി അവരുടെ ഭാഷയിലാണ്, പക്ഷെ ഇത് മേടിക്കാൻ പോകുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ അവര് പറഞ്ഞു 20 റാൻഡ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് 2 ഇത് വേണം. ഇപ്പം 20 20 40. ഇപ്പം എന്റെ കയ്യിൽ 40ന്റെ ചേഞ്ച് ഇല്ല. എന്റെ കയ്യിൽ 50ന്റെ ഒരു റാൻഡായിരുന്നു. ഞാൻ ഈ 50ന്റെ കൊടുത്തു. ഇപ്പൊ ഒരു ബാലൻസ് തിരിച്ചു തന്നില്ല. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ഇങ്ങനെ ആക്ഷൻ കാണിച്ചു, എന്താ ഇത്? അപ്പൊ അവര് പറഞ്ഞു 50 റാൻഡ്. ഇത്രയും നേരം 20 എന്നോട് പറഞ്ഞ പുള്ളിക്കാരി ഞാൻ ഇത് 2 എടുത്തപ്പോഴത്തേന് ഇതിന് 50 സാധാരണ നമ്മുടെ ഇതനുസരിച്ചാണെങ്കിൽ 40 എന്നുള്ള 30 നമുക്ക് തരേണ്ടത്. അപ്പൊ ഇത് കണ്ടോണ്ട് ഈ കാറൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്യാൻ സഹായിക്കുന്ന, കഞ്ചാവൊക്കെ അടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പുള്ളിക്കാരൻ അവിടെ നിൽക്കുക. പുള്ളി എന്റെ അടുത്ത് വന്നിങ്ങനെ നിൽപ്പുണ്ട്. അപ്പൊ ഞാൻ എന്തെങ്കിലും കൊടുക്കുന്ന പ്രതീക്ഷയാണ് ഈ പുള്ളി നിൽക്കുന്നത്. അപ്പൊ പുള്ളി ഇത് കേട്ടോണ്ടിരിക്കുക. പുള്ളിക്ക് അവരുടെ ലാംഗ്വേജും അറിയാം, ഇംഗ്ലീഷും അറിയാം. അപ്പം ഞാൻ 20 + 20 40 റൈറ്റ് എന്ന് പറഞ്ഞപ്പോ അവർ നോ 50 എന്ന് അവര് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ 10 രൂപ പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോ ഇവൻ എന്നോട് കയറി അങ്ങ് ചൂടാവുക. ഇവൻ എന്നോട് ഭയങ്കരമായിട്ട് അങ്ങ് ചൂടാവും. ഇവൻ എന്നോട് ചോദിക്കുന്നു, നീ എന്തൊരു വാട്ടനാടാ, ആർ യു എ ഫൂൾ, യു ആർ ഗിവിംഗ് ഹർ 10 റാൻഡ് സിംപ്ലി, നിനക്ക് 10 റാൻഡിന് വിലയില്ലടാ. ഇവൻ എന്നോട് ഭയങ്കര ശബ്ദത്തിൽ എന്നോട് കയറി അങ്ങ് ചൂടാവുക. അവർ 20 റാൻഡ് എന്നല്ലേ പറഞ്ഞ, 20 20 40 അല്ലേ. പുള്ളി എന്നോട് നിന്നോട് കണക്കൊക്കെ പഠിപ്പിക്കുക. എന്നെ വിടുന്നില്ല. പുള്ളി അവിടെ നിന്നുകൊണ്ട് പുള്ളി ഈ 10 രൂപ എനിക്ക് തിരിച്ചു മേടിച്ചു തന്നേ പറ്റത്തുള്ളൂ. അവന്റെ നീതിബോധവും എന്തുവാ ഏതാണ്ടൊക്കെ അങ്ങ് ഉയർത്തി. അപ്പം ഞാൻ വിചാരിച്ച ദൈവമേ പെട്ടുപോലെ ഇവനോട് എന്തോ പറയും. അപ്പൊ ഞാൻ അവന്റെ തോളിൽ ഇങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞു, ഐ ഹാവ് എ ഗ്രേറ്റ് ഗോഡ്, എന്റെ കൂടെ വലിയവനായ ഒരു ദൈവം. പുള്ളി എന്നെ ഇങ്ങനെ നോക്കി. അപ്പൊ യെസ്, യു ഡു ഹാവ് എ ഗ്രേറ്റ് ഗോഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ വണ്ടിക്കകത്ത് കയറി. പുള്ളിക്കത് മനസ്സിലായില്ലയോ എന്ന് എനിക്ക് ഇന്നും അറിയത്തില്ല. പക്ഷെ അന്നേരം എന്റെ മനസ്സിലേക്ക് വന്നത്, എനിക്ക് സ്വർഗത്തിലെ ഒരു അപ്പനുണ്ട്, എന്റെ നഷ്ടങ്ങളെ ലാഭമാക്കി തീർക്കാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഇങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, നമുക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ച ബാക്കിയുള്ള കാര്യങ്ങളായി ദൈവം സ്തോത്രം. ഞാൻ എന്റെ വാക്കുകളെ ഇന്നിവിടെ അവസാനിപ്പിക്കാൻ പോകുകയാണ്. ഇനിയും തുടർന്ന് നമ്മൾ ഈ നോഹയെ പറ്റി ചിന്തിക്കും. ദൈവജനം പറയുന്നു, നോഹയുടെ കാലം പോലൊരു കാലമുണ്ട്. ദൈവം നോഹയെ ഓർത്തു. അങ്ങനെയെങ്കിൽ കൃപ ലഭിച്ചവനെ ദൈവം എന്തോ ചെയ്യും? ഓർക്കും. ഇന്ന് 1-2 കാര്യങ്ങൾ നമ്മൾ ഈ നോഹയുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. ഞാൻ അതിലേക്ക് കാലെടുത്ത് വെച്ചാൽ ഇന്നത്തെ സമയം നമുക്ക് തീരത്തില്ല, അത് ഇൻകംപ്ലീറ്റ് ആയി പോകും. ഞാൻ പറഞ്ഞ വാക്കുകൾ ഒരിക്കൽ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇവിടെ 2 വംശാവലി നമ്മൾ കണ്ടു. ഒന്ന് കയ്യിന്റെ വംശാവലി. അവരെ പറ്റി കഴിഞ്ഞ 2 ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചു. കയ്യിന്റെ വഴി എന്ന് പറയുന്ന ഒരു വഴിയുണ്ട്. ആ വഴിയിൽ കൂടെ ഇന്നും നടന്ന് ദൈവത്തോട് അകന്ന് ജീവിക്കുന്ന പലരും തങ്ങൾക്ക് വേണ്ടി സ്വരൂപിച്ച് തങ്ങളെ സുരക്ഷിതരാക്കാൻ, തങ്ങൾക്ക് എന്തെങ്കിലും ഈ ലോകത്ത് ചെയ്ത് പ്രശസ്തരാകണമെന്നൊക്കെ ചിന്തിച്ച് അതിന്റെ പിന്നാലെ നടക്കുന്ന ഒരു കൂട്ടം. എന്നാൽ ഷെയ്ത്തിന്റെ ഫാമിലിയെ പറ്റി പറയുന്നു, ദൈവിക ആരാധനയിൽ തുടങ്ങിയ ദൈവിക സാന്നിധ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വംശം. അതിൽ ഉൾപ്പെട്ട ഒരാളാണ് ഹാനോക്ക്. വിശ്വാസത്താൽ ദൈവത്തെ പ്രീതിപ്പിച്ച്, വിശ്വാസത്താൽ ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്ത് ദൈവഹിതപ്രകാരം ജീവിച്ച് മരണം കാണാതെ ദൈവത്തോടുകൂടെ ഇന്നും ആയിരിക്കുന്ന ഹാനോക്ക്. അദ്ദേഹത്തിന്റെ കുറച്ച് തലമുറകൾ കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യരുടെ പുത്രന്മാരും ദൈവത്തിന്റെ പുത്രന്മാരും തമ്മിലുള്ള താരതമ്യമാണ്. ദൈവത്തിന്റെ പുത്രന്മാർ ദൈവിക ആലോചന അനുസരിച്ച് ജീവിക്കേണ്ടവർ സൗന്ദര്യത്തിന്റെ പിന്നാലെ പോയി, ഈ ലോകത്തിന്റെ പിന്നാലെ പോയി കണ്ണു മഞ്ഞളിച്ച് സ്വന്തം തീരുമാനങ്ങൾ എടുത്ത് ദൈവത്തെ ദുഃഖിപ്പിച്ച ഒരു തലമുറ. അടുത്ത വാക്കിൽ നാം അവരെ പറ്റി ഇപ്രകാരം പറയുന്നത്, അവരുടെ ഹൃദയത്തിന്റെ വിചാരങ്ങൾ ദുഷ്ടതയുള്ളതായി, നിരൂപണങ്ങൾ ചിന്തകളൊക്കെ ദുഷ്ടതയുള്ളതായിട്ട് മാറിയതുകൊണ്ട്
ദൈവം അനുദപിച്ച് അവരെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ആമേൻ. അതിന്റെ നടുവിൽ ഒരു മനുഷ്യന് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. അദ്ദേഹത്തിന്റെ പേരാണ് നോഹ. ദൈവത്തിന്റെ കൃപ ലഭിച്ച ആ മനുഷ്യനെ പറ്റി പറയുന്നത് ആ തലമുറയിൽ അദ്ദേഹം നീതിമാനായിരുന്നു, ആ തലമുറയിൽ അദ്ദേഹം നിഷ്കളങ്കനായിരുന്നു, അദ്ദേഹം ദൈവത്തിന്റെ കൂടെ നിന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം, കർത്താവേ എനിക്ക് അങ്ങയുടെ കൃപ വേണം, എനിക്ക് അങ്ങയുടെ കൃപ വേണം. ഒരു ഗ്രേസ് ലോർഡ്, അങ്ങയുടെ കൃപ. ഹല്ലേലൂയ. കൃപയാലാണ് അങ്ങ് ഞങ്ങളെ വീണ്ടെടുത്തത്, കൃപയാലാണ് അങ്ങ് ഞങ്ങളെ രക്ഷിച്ചത്. എന്നാൽ ഇന്നു രാത്രി ആ കൃപയെ ഞങ്ങൾ അപേക്ഷിക്കുകയാണ് എന്റെ കുടുംബത്തിലേക്ക്, എന്റെ ജീവിതത്തിലേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എന്റെ തലമുറകളുടെ മേൽ അങ്ങയുടെ കൃപയൊന്ന് പകരണമേ. കൃപമേൽ കൃപ പകരുവാൻ കഴിയുന്ന കൃപ വേണോപ്പ, കൃപ വേണോപ്പ, കൃപ വേണോപ്പ. ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുകയാണപ്പ. കർത്താവെ, ഇന്ന് എത്ര പേർ ഈ ദൈവിക വചനം മനസ്സിലാക്കിയെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ അങ്ങയുടെ വചനത്തിന്റെ ശക്തി വ്യാപരിക്കേണ്ടതിന് വേണ്ടി അടിയൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവെ, പലപ്പോഴും ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ വിചാരങ്ങൾ കർത്താവെ ഹല്ലേലൂയ ഞങ്ങളുടേതായിട്ടുള്ളത് മാത്രമായി മാറുന്നു. അങ്ങയുടെ വചനം ഇപ്രകാരം പറയുന്നല്ലോ, നിന്റെ വഴിയെ കൃപയെ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. എന്നാൽ ഇന്ന് അങ്ങ് നിർവഹിക്കേണ്ടതിന് പകരം ഞങ്ങൾ ചാടി പുറപ്പെടുന്നു, ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നു, ഞങ്ങളുടേതായിട്ടുള്ള വഴികൾ ഞങ്ങൾ ഡിസൈഡ് ചെയ്യുന്നു. അത് അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങയുടെ മക്കളായി ജീവിപ്പാൻ കർത്താവ്, സ്വർഗത്തിൽ ഞങ്ങൾക്കൊരു പിതാവുണ്ട്, ഞങ്ങൾ അനാഥരല്ല. ഞങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുന്ന, ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന, ഞങ്ങളുടെ ഭാവി അറിയുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ ഒരു പിതാവ് സ്വർഗത്തിൽ ഞങ്ങൾക്കുണ്ട്. ആ പിതാവിന്റെ കരങ്ങളിലേക്ക് സകലതും സമർപ്പിച്ച് ആ പിതാവിന്റെ ഹിതപ്രകാരം ജീവിപ്പാൻ ഇന്ന് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങയുടെ കൃപ വേണം, ഞങ്ങൾക്ക് അങ്ങയുടെ കൃപ വേണം. ഉടവാരകന പൗടേരികനെ കർത്താവ്, ഞങ്ങളുടെ കൃപയ്ക്കായി ഞങ്ങൾ ഒരുമിച്ച് അപേക്ഷിക്കുന്നപ്പ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ വരണം. ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ കർത്താവ്, ഞങ്ങളുടെ തലമുറകളുടെ മേൽ, ഞങ്ങളുടെ തലമുറകളുടെ മേൽ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ മേൽ. മറ്റുള്ളവരുടെ ഇവൻ യഹോവയുടെ കൃപ ലഭിച്ചവനാണെന്ന് പറയത്തക്കവ കർത്താവെ, ഹല്ലേലൂയ നീതിമാനായ വ്യക്തി, നിഷ്കളങ്കനായ വ്യക്തി, അവന്റെ ജീവിതം അവനൊരു ദൈവവിധലാണെന്ന് കർത്താവെ ഞങ്ങളെ കുറിച്ച് മറ്റുള്ളവർ പറയത്തില്ല. ആക്കി തീർക്കേണ്ടതുണ്ട് ഞങ്ങൾ കർത്താവ്. ഞങ്ങൾ ഈ രാത്രി കേട്ട വചനം ഞങ്ങളുടെ ഹൃദയങ്ങളെ രൂപാന്തരം. അതിനായിട്ട് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ പലപ്പോഴും പല തീരുമാനങ്ങളും അങ്ങേക്കെതിരായിട്ട് ഞങ്ങൾ എടുത്തപ്പോൾ അങ്ങയുടെ ഹിതമല്ലാത്ത കാര്യങ്ങൾ ഞങ്ങൾ എടുത്തു. കർത്താവ്, ഇന്ന് ഞങ്ങൾ അതൊക്കെ ഏറ്റു പറയുകയാണ്. ദൈവാത്മാവൻ ഞങ്ങളോട് പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ അനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണം, അടിയനെ സഹായിക്കണം. കേട്ട ഓരോ വ്യക്തി ജീവിതങ്ങളെയും അങ്ങ് സഹായിക്കും. അങ്ങയുടെ ഹിതം ഞങ്ങളോട് കൂടെ ഇരിക്കും. ദൈവാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കും, ദൈവകൃപയ്ക്കുള്ളിൽ ഞങ്ങളെ മറയ്ക്കും. ദൈവകൃപ, മോശയ്ക്ക് ദൈവകൃപ ലഭിച്ചതുപോലെ ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ തലമുറകളുടെ മേൽ, ഞങ്ങളുടെ കുടുംബത്തിന്റെ മേൽ അങ്ങയുടെ കൃപ, അങ്ങയുടെ കൃപ ഹല്ലേലൂയ ഞങ്ങൾ രുചിച്ച് അറിയുക. അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ആ കൃപയിൽ ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ നമ്മെ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവകൃപയിൽ വളരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചെങ്കിൽ നമുക്കും ആ ദൈവകൃപ ലഭിക്കട്ടെ. ഈ തലമുറയിൽ നീതിമാന്മാരായി നിഷ്കളങ്കരായി ദൈവത്തോടു കൂടെ നടക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. താങ്ക് യു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. കിട്ടിയോ?